കടലാണ് മെയിൻ കേട്ടോ, മെയിൻ അട്രാക്ഷൻ കടൽ തന്നെ. എന്താ പറയാനുള്ളത്, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വെക്കേഷൻ? രക്ഷയില്ലാത്ത റിസോർട്ടാണ് കണ്ണൂരിലുള്ള, ഒന്നും പറയാനില്ല. ഒരു ബാലി മൂടാണ്. നല്ല പീസ്ഫുൾ അല്ലേ? ഓ, ഒരു വൈകുന്നേരം ടൈം ആയാല് കിഡില്ല സൺസെറ്റ്, ഇഡില്ല സൺസെറ്റാ. ഇവിടുന്ന് ഇങ്ങനെ ഈ പൂളിച്ചാടി അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, നമ്മള് സൺസെറ്റ് വരെ നിക്കണ്ടോ? ഇന്നതിന് സണ്ണിനെ കാണാനല്ല. എങ്ങനെ സൺസെറ്റ് നമുക്ക് വേറെ സ്ഥലത്ത് പിടിക്കാം. ഇന്ന് സൺസെറ്റ് കിട്ടും നമുക്ക് തോന്നണില്ല. അപ്പൊ ഇതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അതാ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണം ഇവിടുന്ന്, ഏതെങ്കിലും നല്ലൊരു പാട്ട് കിട്ടിയിട്ട് എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരണം. മറ്റേ ക്ലാസ്സിൽ എടുത്താ ഇന്നലത്തെ വൈകുന്നേരം കേട്ടോ. ഇവിടെ ഇന്നലത്തെ വൈകുന്നേരം സീനേനുട്ടാ. ഓ നൈസ് നൈസ്. പിന്നെ അതേപോലെ ഓരോ റൂംസിൽ എടാ അതുപോലെ റൂംസാ ആ കാണണേ. എന്തായാലും തട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, നമുക്ക് കാണാൻ പറ്റും. സീൻ ലാൻഡ്സ്കേപ്പാണ് ചെയ്തത് കേട്ടോ അവര്. അങ്ങനത്തെ ഒരു കുന്നല്ലോ, ഒന്നുമില്ലാതെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇങ്ങനെ ആയത് കേട്ടോ. അവിടേക്കൊക്കെ അങ്ങനെയുള്ള ഒരു കുന്ന് ഇങ്ങനെ ആയാണ് മാറി, ഇങ്ങനെ ആക്കിയെടുത്തു, സീനാക്കി ആക്കിയെടുത്തു. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇന്നലെ ആദ്യമേ എല്ലാവരും ഇരുന്ന ആ വീഡിയോ കേട്ടോ സൽമാനെ, മീനിനെ പോലെ ഇരുന്നേ അതിൻ്റെ അടി കൂടെ ഉള്ളേ. അപ്പൊ ഇന്നലെ പൂളിലൊക്കെ ചാടി അർമാദിച്ചിട്ടുണ്ട് ചെറുക്കന്മാരിതാ. ഇന്നലെ എങ്ങനെയാ കേട്ടോ, ഇങ്ങോട്ട് തിരിയടാ. അതെന്താ മറ്റേ ഡയലോഗ് ഇട്ടതാ? എല്ലാവരുടെ ആഗ്രഹമാണ് ഒരു മത്സ്യകന്യകയെ നേരിട്ട് കാണുക എന്നുള്ളത്. ഇപ്പൊ ആലപ്പുഴയിൽ തുടങ്ങിയ മറൈൻ എക്സ്പോയിലെത്തി ഒരു 130 രൂപ മുടക്കിയാൽ മെർമെയ്ഡിനെ കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. നമുക്കിതൊക്കെ ഒരു സന്തോഷമാണെങ്കിലും ജീവിക്കാൻ വേണ്ടി ആലപ്പുഴയിലെത്തി വെള്ളത്തിൽ കിടക്കുന്ന വിദേശ വനിതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. എല്ലാവരും നമ്മളെ ക്രയോണ്ടാണ്, സൽമാന്റെ മറ്റേ സൽമാന്റെ ഈച്ചുവിന്റെയും ഇതാ ഹാവ് യു ചെക്ക്ഡ് അവർ ക്രയോൺ കച്ചവടം. ഇതാ ഇത് ക്രയോണിന്റെ ഉണ്ടോ അല്ലെ ബിസിനസ്സാണ്, ക്രയോൺ ചെയിൻ കളക്ഷൻ. ഇതിൽ കാണുന്ന പോലെ തന്നെ ക്രയോണിന്റെ ചെയിൻ കളക്ഷൻസ് പുതിയത് ഇറങ്ങിയത് പോലെ കാണിച്ചിരുന്നതാണ് കുറേ. അതുപോലെ പേജ് എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ക്രയോണിന്റെ പേജ് എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ മാലകളും വളകളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ ഓവർവ്യൂ. നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയൊരു സ്പെഷ്യൽ റിവീലിംഗ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇക്കാനെ എല്ലാവർക്കും അറിയാം, 11 എല്ലാവരെയും അറിയാം. നമ്മളെല്ലാ കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യമൊക്കെ എനിക്ക് കോസ്റ്റ്യൂംസ് ആവശ്യം വരുമ്പോൾ, അതായത് ഷോസിനാവട്ടെ എന്ത് കോട്ട് സ്യൂട്ട് കാര്യങ്ങൾ എന്താവശ്യം വരുമ്പോഴും നമ്മൾ കാസർഗോഡുകാരുടെ അടുത്താണ് എടുക്കൽ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ട്രെൻഡ് കാര്യങ്ങൾ ഫുൾ അവിടുന്ന് തുടങ്ങി പോരുന്നുണ്ട്. അവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും നമ്മൾ വരുത്തിക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഒരാവശ്യം വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്കാനോടാണ് പറഞ്ഞത്. അപ്പോൾ കുറേ ദിവസം മുമ്പ് മെഷർമെൻറ്റ് കൊടുത്തു. ഇന്നിപ്പം നമ്മൾ കണ്ണൂരിലുണ്ടായതുകൊണ്ട് തന്നെ ഓൾക്ക് നാട്ടിലേക്ക് നമ്മൾ അവിടേക്ക് വരേണ്ട ആവശ്യമില്ല, പകരം ഓല് കാസർഗോഡ് നിന്ന് കണ്ണൂർക്ക് വരെ വരേണ്ട ഒരു ആവശ്യമുള്ളൂ. അപ്പോൾ അപ്പം 1-2 ഡ്രസ്സുകൾ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചു തരുന്നില്ല, റിവീൽ ചെയ്യണില്ല. തിരിച്ചുപിടി. അപ്പം നമുക്ക് ചില പരിപാടികൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങള്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതിന്റെ ഒക്കെ ഒരു ഹൈറ്റും വലുപ്പമൊക്കെ കണ്ടുകൊണ്ട് ഇത് ആരതാണെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യാം. അതൊരു മാച്ചാണ്. ഇതൊന്നും എനിക്ക് മാച്ചല്ല, ഇത് നബീലുള്ള. അതിലെന്തൊക്കെയാ വരുന്നത്? സൂട്ട് സെറ്റ് വന്നു, അപ്പം സ്യൂട്ട് സെറ്റ് ഉണ്ട്, പിന്നെ ഷെർവാണി കുർത്ത
നിക്കായിനിടാനുള്ള സാധനങ്ങളുണ്ട്. അപ്പം സമയമായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി. അപ്പോൾ ആരതാവുന്നുള്ളത് എല്ലാവരും ഗസ് ചെയ്യുക. ഇതാണ് പോലെ ഷോപ്പ് ഇട്ടതാ 11 റീറ്റെയിൽ ആൻഡ് വെഡ്ഡിങ് സ്റ്റുഡിയോ. അത് കാണിച്ചു കഴിഞ്ഞാലേ ഇതാ ഉപ്പള, മാംഗ്ലൂർ, കാസർഗോഡ് 9633111114. ഓ അല്ലോ. അപ്പം ഇതാണ് പോലെ ഷോറൂം. അപ്പോൾ എല്ലാവരും അതിപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ കാസർഗോഡ് നിന്ന് നമുക്ക് നമ്മളെ ഫിറ്റിങ്സ് റെഡി ആണോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം കാസർഗോഡ് നിന്ന് വന്നതാണ്. അപ്പോൾ ഷിഫ്റ്റും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് നമ്മളെ ഫിറ്റിങ്സ് കറക്റ്റ് ആണെന്ന് മാത്രം നോക്കാൻ വേണ്ടി വന്നതാണ്. സോ ബിഗ് താങ്ക്സ് കാസർഗോഡിലെ എല്ലാവരോടും ഞങ്ങളുടെ താങ്ക്സ് പറയുന്നു. 11 ഷോറൂമിനോട് ഞങ്ങൾ താങ്ക്സ് പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇട്ടോക്കിയിട്ട് ബാക്കി ഓരോ വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇപ്പോൾ കാണിച്ചു തരില്ല, കാരണം ഇത് കല്യാണത്തിനും നിക്കായിനൊക്കെ ഇടാനുള്ള ഡ്രസ്സുകളാണ്. അപ്പം എന്തായാലും എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ വരുന്നത് നോക്കിയിട്ട് നമ്മൾ നിങ്ങളോട് പറയാം.